നമസ്കാരം. സത്യനന്ദിക്കാടിൻ്റെ മോഹൻലാൽ ചിത്രമായ സ്നേഹവീട് എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു പെൺകുട്ടി. അന്ന് ആ പെൺകുട്ടി സ്കൂളിലോ കോളേജിലോ മറ്റോ പഠിക്കുകയാണ്. ഏതാനും ചില ടെലിവിഷൻ പ്രോഗ്രാം കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയിലൊരു ഭാവി ഉണ്ടായിരിക്കും എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് പക്ഷേ സിനിമയോടല്ല പാഷൻ തോന്നിയത്. സമൂഹത്തിൽ കുറേ നവോത്ഥാനം അങ്ങ് വാരി വിതറിയേക്കാം എന്നൊരു പക്ഷേ ചിന്തിച്ച് കാണും. ആ സമയത്ത് കേരളത്തിലൊക്കെ ചുംബന സമരം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ലോക്കലായിട്ട് രശ്മി നായരും അവരുടെ പങ്കാളിയായിട്ടുള്ള രാഹുൽ പശുപാലനൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ ദേശീയ തലത്തിൽ ഇത് വ്യാപിപ്പിച്ചത് അരുന്ധതി ബി എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. സത്യനന്ദിക്കാടിൻ്റെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം കൂടുതൽ അവസരം നൽകുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അവർക്ക് മറ്റ് സിനിമകൾ കിട്ടാനുള്ള അവസരവും കൂടുമായിരുന്നു. പക്ഷേ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് SFIക്കാരിയായിരുന്ന ആ പെൺകുട്ടി വേറെ വഴി തിരിഞ്ഞു പോയി. നവോത്ഥാനം വാരി വിതറാൻ വേണ്ടി പോയി. നരേന്ദ്രമോദി അധികാരമേറ്റ് കുറച്ചു കാലമായ സമയമായിരുന്നു. അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അല്ലാതെ തന്നെ വേറെ ചില ശക്തികൾ ഇവിടെ ഒരുപാട് സമരങ്ങളും മറ്റും നടത്തിയതാണ് നമുക്കറിയാം. കനയ്യകുമാർ, അതുപോലെ തന്നെ അന്ന് ആ സമയത്ത് ഹൈദരാബാദിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുല എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്നുള്ള സമരം, അതിലും ഈ പറഞ്ഞ പെൺകുട്ടി അരുന്ധതി ബി ഉണ്ടായിരുന്നു. അന്ന് പലരുണ്ടായിരുന്നു. ഹാർദിക് പട്ടേൽ എന്ന് പറഞ്ഞ ഒരാൾ, ജിഗ്നേഷ് മെവാനി, പിന്നെ ഈ രാവൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദ്രശേഖർ ആസാദ്. ഇവരൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പല വഴിക്ക് പോയി. ഈ പറഞ്ഞ കനയ്യകുമാർ തന്നെ ഇടതുപക്ഷത്തുനിന്ന് കോൺഗ്രസിലേക്ക് പോയി. അതുപോലെ ഹാർദിക് പട്ടേൽ BJPയിലേക്ക് വന്നു. രാവൺ എന്ന ചന്ദ്രശേഖർ ആസാദ് ഇപ്പോൾ MP ആയിട്ട് പാർലമെൻറ്റിൽ ഇരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ വഴിക്ക് പോയി. പക്ഷേ അക്ഷരാർത്ഥത്തിൽ തെരുവിലായത്, പെരുവഴിയിലായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അരുന്ധതി ബി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയായിരുന്നു. ഒരു സിനിമയിൽ ഒരു ഭാവി ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അത്. കാരണം സത്യനന്ദിക്കാട് ഏറ്റവും ചുരുങ്ങിയ പക്ഷം സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിലെങ്കിലും സ്ഥിരമായി അവർക്ക് അവസരം കിട്ടുമായിരുന്നു. കാരണം അതൊരു കുടുംബം പോലെയാണ് സത്യനന്ദിക്കാടിൻ്റെ സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല അവർക്ക് ഏതാനും സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കാം, അവാർഡ് നൈറ്റ്സ് പോലുള്ള പരിപാടിയിൽ പങ്കെടുക്കാം, ഉദ്ഘാടനങ്ങളിലൊക്കെ പങ്കെടുക്കാം. അങ്ങനെയും അവർക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. അതെല്ലാം തുലച്ചുകൊണ്ട് അങ്ങ് ചാടി പുറപ്പെട്ട് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പോയി. കുറേ കാലം പിന്നെ ഇവരെ കാണാനേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മറ്റൊരു അരുന്ധതി കൂടി വന്നിട്ടുണ്ട്. അരുന്ധതി റോയ് എന്ന് പറഞ്ഞ എഴുത്തുകാരി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഈ വ്യക്തിയെ. വീണ്ടും ഈ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിക്കാനുള്ള ഒരു വൃഥ പരിപാടിയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. ഇത്തരക്കാരൊക്കെ അടിയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെയാണ് കൃത്യമായും ഇവർ ചെന്ന് അടിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അവരുടെ വേഷം, അവർ കാണിക്കുന്ന, അതായത് അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ പ്രഹസനം കാണിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കയ്യിലുള്ളത് വത്തക്ക ബാഗാണ്. ഈ വത്തക്ക ബാഗിൻ്റെ പ്രത്യേകത എന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പലസ്തീന് വേണ്ടിയിട്ട് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനപരത കാണിക്കുന്ന കൂട്ടരാണ് ഇതും കൊണ്ട് നടക്കുന്നത്. നമുക്കറിയാം കാൻ ഫെസ്റ്റിവലിൽ കനി കുസൃതി എന്ന് പറഞ്ഞ മറ്റൊരു മൈത്രേയൻ്റെ മകൾ അവർക്ക് അവാർഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഈ വേഷത്തിലും ഇതുപോലെ വത്തക്ക ബാഗുമൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അതുപോലെ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള അഭ്യാസമായിരിക്കാം ഒരുപക്ഷേ ഈ അരുന്ധതി ബി എന്ന് പറഞ്ഞ ഈ അന്നത്തെ സ്നേഹവീടിൽ അഭിനയിച്ച പെൺകുട്ടി ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ കോലത്തിലാണ് കാണുന്നത്. അതും പട്ടായ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. പട്ടായ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കാരണം വളരെ മലയാളിക്കൊക്കെ വളരെ പരിചിതമുള്ള ഒരു സ്ഥലമാണ് പട്ടായ എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളുള്ള സഹോദരൻ ഒരാളുള്ളത് ആർമിയിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ രീതിയിലും കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ SFIയും അവരുടെ രാഷ്ട്രീയവും പിന്നീട് JNU ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പഠിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ വഴിക്ക് പോയി. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓരോ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് ഇപ്പോൾ സിനിമയുമില്ല, രാഷ്ട്രീയവുമില്ല, എങ്ങുമില്ല എന്ന ഒരു തരത്തിലെത്തപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും മാധ്യമ ശ്രദ്ധയിൽ വരാനും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവാനും വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു കോലത്തിൽ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവരുടെ പിന്നാലെ നടന്നവർ പോലും ഇന്ന് അവരെ കൈവിട്ട് അവരുടെ ഈ പുതിയ അഭ്യാസത്തിനെ, ഈ പുതിയ പ്രഹസനത്തിനെയൊക്കെ കളിയാക്കുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ചിലർ പറയുന്നത് ഇനി കുറച്ചുകൂടി ഈ രീതിയിൽ പോകും, ഒടുവിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുത് നടക്കുന്ന ഒരു കോലത്തിലായിരിക്കും ഒടുവിൽ ഇവരെ നമുക്ക് കാണാനാവുക. ഇങ്ങനെ നടക്കുന്നവർക്കെല്ലാം അവസാനം ഇത് തന്നെയായിരിക്കും ഗതി എന്ന തരത്തിൽ ചില കമൻറ്റുകളും പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും അന്നൊരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വേഷമാണെന്ന് സ്നേഹവീടിൽ പോലും കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് അതിനുള്ള ഇമേജും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപക്ഷേ കൂടുതൽ സിനിമകൾ കിട്ടാനുള്ള സാധ്യതയുണ്ടായിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കൂടുതൽ നവോത്ഥാനം ഉണ്ടാക്കാനും ജനങ്ങളെ കൂടുതൽ ആധുനികീകരിക്കാനും വേണ്ടിയിട്ട് എന്തോ ആധുനിക മനുഷ്യനൊക്കെ ആവാൻ വേണ്ടിയിട്ട് ചുംബന സമരമായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു ചുംബന സമര നായിക ഒടുവിൽ എത്തപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത്.